ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. തംബ്നെയിലിൽ കണ്ടതുപോലെ ഓർക്കിഡ് മൗണ്ടിങ്. പലർക്കും അതറിയില്ല, ചിലർക്ക് ചെയ്യാൻ അറിയാം. എങ്കിലും ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ചിലർക്കത് ഫ്ലോപ്പായി പോകാറുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ശ്രദ്ധിച്ചാൽ നമുക്കിത് ഫ്ലോപ്പ് ആകാതെ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ട്രീയിൽ, അതായത് മരത്തിൽ എങ്ങനെ നമുക്കിത് മൗണ്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ഈസി മെത്തേഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂ. ഓർക്കിഡ് നമുക്ക് പല സർഫേസിൽ മൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ട്രീ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഈ ട്രീയിൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മൗണ്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ട്രീയിൽ നമ്മൾ ഓർക്കിഡ് മൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക, ഏത് ട്രീ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരമാണ് നമ്മൾ ആദ്യമേ തിരഞ്ഞെടുക്കേണ്ടത്. ഉണങ്ങിയതായ മരം ഒരു കാരണവശാലും നമ്മൾ തിരഞ്ഞെടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മൗണ്ട് ചെയ്യുന്നത്, ഓർക്കിഡ് നമ്മൾ ഈ ട്രീയിൽ മൗണ്ട് ചെയ്യുന്നത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ വേണ്ടിയല്ല. നമ്മൾ കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ട്രീയിൽ നമ്മൾ വെക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മരം തിരഞ്ഞെടുക്കാൻ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതാണ്. സെക്കൻഡായിട്ട് നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാന്റിൻ്റെ ഏത് പ്ലാന്റാണ്. നമുക്ക് ഓർക്കിഡ് പ്ലാന്റിൽ ഫെലോനോപ്സിസോ ഡെൻഡ്രോബിയോ കാറ്റ്ലിയ ടുലിമിനിയ, അത് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് മൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ഫെലനോപ്സിസിനും ഡെൻഡ്രോബിയത്തിനും മറ്റുള്ള പ്ലാന്റ്സിലൊക്കെ എല്ലാം ഹ്യൂമിഡിറ്റി വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മരത്തിലെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് നോക്കുക. നമുക്കറിയാം ഫെലനോപ്സിസിന് കൂടുതലായിട്ട് ലൈറ്റ് വേണ്ട, ഷെയ്ഡ് അത്യാവശ്യമുള്ള മരമാണ്. പക്ഷേ ഡെൻഡ്രോബിയ അങ്ങനെയല്ല, ഡെൻഡ്രോബിയത്തിന് ലൈറ്റ് വേണം, കൂടുതൽ ലൈറ്റിൻ്റെ മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഷെയ്ഡുള്ള മരത്തിലാണ് നമ്മൾ ഏത് മരത്തിലാണോ മൗണ്ട് ചെയ്യുന്നത് ആ മരത്തിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് ആവശ്യമായ വെയിൽ കൊള്ളുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫെലനോപ്സിസിനാണെങ്കിൽ തന്നെ അതിന് അധികം വെയിൽ വേണ്ട. അപ്പോൾ അതിന് വെയിൽ കൊള്ളാത്ത രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് മൗണ്ട് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ട്രീയിൽ മൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ചാക്കിൻ്റെ ഈ പീസാണ്, ഞാൻ ചാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഈ പീസ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രീയിൽ നമ്മുടെ പ്ലാന്റ് മൗണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ഒരു പീസ് ചാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ. ഈ ചാക്കഷ്ണം ഇങ്ങനെ ഞാൻ ഇത് കണ്ടോ, രണ്ടിടത്ത് 4 സ്ഥലത്തും ഞാൻ ആണിയടിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ നമ്മൾ ടൈറ്റായിട്ട് തന്നെ വെക്കുക. മേലിലൊന്ന് നമുക്ക് ഇത് മീഡിയനും ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ അടിച്ചു വെക്കാനായിട്ടേ. ഇനി ഇതിലേക്കാണ് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് നട്ടു കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ഇതിനുള്ളിലും മീഡിയൻ ഞാൻ ചകിരിയാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ മീഡിയൻ നമ്മൾ വെച്ച് കൊടുക്കുക. ഞാൻ ചകിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചകിരി അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ചകിരി ഉപയോഗിക്കാൻ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് റൂട്ട് പിടിച്ചു കിട്ടാനായിട്ട് എനിക്ക് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് ചകിരിയാണ്. അതുകൊണ്ട് ഞാൻ ചകിരിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിലേക്ക് ഡെൻഡ്രോബിയം സീഡ്ലിംഗ് ആണ് ഉപയോഗിക്കുന്നത്, നടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫെലനോപ്സിസോ എന്ത് വേണമെങ്കിലും നടാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണേ. ഞാനിപ്പോൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആണിതേ, ഇതാണ് ഞാൻ ഇതിലോട്ട് നടാൻ പോകുന്നത്. ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഈ ഓർക്കിഡ് മൗണ്ടിങ്? ഈസി അല്ലേ?
അതായത് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് ആണിയടിക്കുക, അതിന് ഇതിന് ശേഷം അപ്പോൾ ഒരാളെയും നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടില്ല, നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇവിടെ അടിക്കുക, ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ ഇട്ടിട്ട് വേണം ഇവിടെ ഇങ്ങനെ അടിക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് ഇവിടെ അടിക്കുക, ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, രണ്ടുപേരുടെ ആവശ്യമില്ല. മൗണ്ടിങ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, അതായത് കെട്ടിവെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നാം, അങ്ങനെയൊന്നും വേണ്ട. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പോകല്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പലർക്കും ഇത് കാണുമ്പോൾ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇതിൽ വെള്ളം നനക്കണം, എന്തായാലും നമ്മൾ ഇതിൽ വെള്ളം നനക്കും, ഫെർട്ടിലൈസറൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചാക്ക് ദ്രവിച്ചു പോകില്ലേ എന്ന് പലർക്കും സംശയം ഉണ്ടാവും ഇല്ലേ? അങ്ങനെ പലർക്കും സംശയം ഉണ്ടായിട്ടില്ലേ? പേടിക്കണ്ട കേട്ടോ, ഈ ചാക്ക് എന്തായാലും നശിഞ്ഞു പോയത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പ്ലാന്റിന്റെ വേരുകളെല്ലാം, ഓർക്കിഡ് പ്ലാന്റ് അറിയാലോ, മറ്റുള്ള മീഡിയത്തിൽ അതായത് വൃക്ഷത്തിലൊക്കെ വേര് പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സ്പീഷീസാണ് ഓർക്കിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റിന്റെ വേരുകളെല്ലാം ഈ മരത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചാക്ക് പോയാലും നമ്മുടെ പ്ലാന്റ് പറഞ്ഞു പോവുകയോ നിലത്ത് വീഴുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. എങ്ങനെയുണ്ട്? കൊള്ളൂല്ലേ? നല്ല ഭംഗിയില്ലേ? ഒരു ആൻറ്റിക്യൂ ലുക്കില്ലേ ചാക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് മൗണ്ട് ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി പ്രസ് ചെയ്യുകയാണെന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ട്രീയിലാണ് കാണിച്ചത്, അടുത്തത് ഞാൻ വുഡിൽ മൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.